Hello students, welcome to Max class with your teacher. ഇന്ന് ലൈൻസ് ആൻഡ് സർക്കിൾസ് ചാപ്റ്ററിൻ്റെ പാർട്ട് 2ലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പഠിച്ചു. ഇന്ന് നമ്മൾ മറ്റൊരു ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് മറ്റു ചില ഫിഗേഴ്സ് വരയ്ക്കാം. അപ്പോൾ ആ ഫിഗേഴ്സ് വരയ്ക്കേണ്ട അല്ലെങ്കിൽ മറ്റു ചില രൂപങ്ങൾ വരയ്ക്കണം. അതിൻ്റെ സൈഡ്സും 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന മറ്റു ചില ഫിഗേഴ്സ് അല്ലെങ്കിൽ മറ്റു ചില രൂപങ്ങളാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളതും നമ്മൾ ഉപയോഗിച്ച സ്കെയിലും സെറ്റ് സ്ക്വയറും ആണ്. അപ്പം നമ്മൾ ഈ സ്കെയിലും അതുപോലെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോങ്ങർ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നീളം കൂടിയ സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ലോങ്ങർ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡുകൾ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫിഗറിൻ്റെ ഒരു സൈഡ് വരയ്ക്കുന്നു. അതായത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ സൈഡ് ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ നോക്കി, ഞാൻ ഇതുപോലെ സ്കെയിൽ പ്ലേസ് ചെയ്തു. സ്കെയിൽ നേരെ പ്ലേസ് ചെയ്തു. ഇനി എവിടെ മുതൽ എവിടെ വരെ എടുത്താലാണ് 5 സെൻറ്റിമീറ്റർ കിട്ടുക? ഈ 0 മുതൽ 5 വരെ എടുക്കുമ്പോഴാണ് 5 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് 5 സെൻറ്റിമീറ്റർ വരച്ചു. അപ്പോൾ നമുക്കിത് 5 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതാണ് 5 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ 5 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അടുത്ത സൈഡ് അടയാളപ്പെടുത്താൻ പോവാണ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോങ്ങർ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നിങ്ങൾ ഈ ലെഫ്റ്റ് എൻഡിൽ പ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ വരച്ച ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ പ്ലേസ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ അടുത്ത സൈഡിൻ്റെ ലെങ്ത് അതായത് 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല മെഷർമെന്റ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് സാരമില്ല, നമുക്ക് അത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അതിൻ്റെ മെഷർമെന്റ് എടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു അളവ് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ചു. അതായത് ഈ സെറ്റ് സ്ക്വയർ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഈ കേർവ്ഡ് ആയതുകൊണ്ട് അറ്റം കുറച്ച് കേർവ്ഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെച്ചു കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തുന്നു. നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുന്നു. ഈ രീതിയിലാണല്ലോ സെറ്റ് സ്ക്വയറിൻ്റെ ലെഫ്റ്റ് എൻഡ് പോകുന്നത്. ഞാൻ അടയാളപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെയുള്ള സെറ്റ് സ്ക്വയറിൽ ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആയിരുന്നു എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സ്കെയിൽ ഇവിടെ പ്ലേസ് ചെയ്ത് ഇവിടെ ഈ അറ്റത്ത് 0 വരുന്നത് പോലെ പ്ലേസ് ചെയ്യുന്നു. അതുപോലെ ഈ അറ്റത്ത് എന്ത് വരണം, 3 സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ വരെ മാത്രം മതി എനിക്ക്. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു. അവിടെ വരെ 3 സെൻറ്റിമീറ്റർ ഇവിടെ വരെ കറക്റ്റായിട്ട് നമ്മൾ അത് വരച്ചു. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇത് ഇവിടെ വരെ ഈ പോയിന്റ് വരെ നമ്മൾ 3 സെൻറ്റിമീറ്റർ വരച്ചു. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്യാം. ഇത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പറയുന്നു ഇതേ സെറ്റ് സ്ക്വയർ നമ്മൾ ഇവിടെ ഈ ലെഫ്റ്റ് എൻഡിലും പ്ലേസ് ചെയ്ത് ലെഫ്റ്റ് എൻഡിൽ പ്ലേസ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഈ സെറ്റ് സ്ക്വയർ അതായത് നമ്മൾ വെച്ച സൈഡ് ഏതാണോ അതേ സൈഡ് ഇതേ രീതിയിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് ഇതേ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇവിടെയും വരയ്ക്കുക. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതേ ചെരുവിൽ തന്നെ ഇവിടെ വരയ്ക്കാൻ ഉപയോഗിച്ച സൈഡ് ഇതാണ്. അതേ സൈഡ് ഇങ്ങോട്ട് നീക്കി നിങ്ങൾ ഇതുപോലെ ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷെ കൂട്ടുകാര് ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ തെന്നിച്ചോണ്ട് ഇവിടെ വരെ എത്തണം. ഇവിടെ വരെ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ സെറ്റ് സ്ക്വയർ ചെരിഞ്ഞു പോകാം, വളഞ്ഞു പോകാം, അങ്ങനെയൊക്കെയുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ 5 സെൻറ്റിമീറ്റർ വരച്ച ഈ ലൈനിനെ ജസ്റ്റ് പെൻസിൽ വെച്ച് നമുക്ക് ഒന്ന് നീട്ടിവിടാം. ഈ പെൻസിൽ വെച്ച് വരച്ചതൊക്കെ നമുക്ക് മായ്ച്ചു കളയേണ്ടതാണ്. അപ്പോൾ ഈ പെൻസിൽ വെച്ച് ഈ സൈഡിനെ ഞാനിങ്ങനെ നീട്ടിവിട്ടു. ഇനി നമുക്ക് ഈ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാനിത് ഇതുപോലെ ഈ ലൈനിന് നേരെയായിട്ട് ഈ പെൻസിൽ വെച്ച് വരച്ച ലൈനിന് നേരെയായിട്ട് ഇതുപോലെ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യുന്നു. അതുപോലെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വരികയും വേണം. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ റൈറ്റ് എൻഡിൽ വരികയും വേണം. ഇവിടെ എനിക്ക് 3 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഇവിടെ എടുത്തതുപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ചെടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ സൈഡ് മാത്രം ഒന്ന് മാർക്ക് ചെയ്യുന്നു, പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നു. അപ്പം നോക്കി, ഇത് 0, ഇത്
0 എന്ന് പറയുന്നതാണ് ഈ പോയിന്റ് 0 ഇവിടെ വരെ 3. അപ്പോൾ ഇത് ഞാൻ ഈ 0 മുതൽ 3 വരെ വരയ്ക്കണം. ഇത് കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റർ നമുക്കിവിടെ കിട്ടി. അപ്പം നമ്മൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സെറ്റ് സ്ക്വയറിൻ്റെ ഒരേ വശം ഉപയോഗിച്ച് സെറ്റ് സ്ക്വയറിൻ്റെ ഈ ലെഫ്റ്റ് എൻഡ് ഉപയോഗിച്ച് ഈ വരച്ച ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും നമ്മൾ ഒരേപോലെ എന്ത് ചെയ്തു, 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഒരു സൈഡും കൂടെ യോജിപ്പിക്കാനുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 4ാമത്തെ സൈഡ്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ, അവിടെ മുതൽ അവിടെ വരെ നമ്മളോട് യോജിപ്പിക്കാനാണ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളതും ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം, ഈ 4ാമത്തെ സൈഡിന്റെ നീളം അത് എത്രയാണ്? നമ്മളത് നമ്മുടെ കയ്യിൽ സ്കെയിലുണ്ട്, സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അളന്ന് നോക്കുന്നു. എത്രയാണ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ നീളം 5 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം 5 സെൻറ്റിമീറ്റർ. അപ്പൊ ഞാൻ ഈ വരച്ച ഫിഗർ റെക്ടാങ്കിൾ ആണോ? റെക്ടാങ്കിൾ അല്ല അല്ലേ? റെക്ടാങ്കിൾ ആണ് നമുക്കറിയാം, ഇത് കുത്തനെയാണ് നിൽക്കുന്നത്, വെർട്ടിക്കൽ ആയിട്ടാണ് സൈഡ്സ് വിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇത് ഇച്ചിരി ചെരിഞ്ഞു പോയി അല്ലേ? ഒരു ചെരിഞ്ഞ റെക്ടാങ്കിൾ ആണ്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് പറയുന്ന പേരാണ് പാരലലോഗ്രാം. അപ്പം നമ്മൾ പുതിയതായിട്ട് വരച്ച സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് പുതിയതായിട്ട് പരിചയപ്പെട്ട ഈ ഫിഗറിന്റെ പേരാണ് പാരലലോഗ്രാം. അപ്പൊ നമ്മൾ എക്സ്ട്രാ വന്ന പെൻസിലിന്റെ ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞ് നമുക്കിവിടെ നമ്മുടെ പാരലലോഗ്രാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ് അല്ലേ? അതായത് ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും 5 ആയിരിക്കും. അതുപോലെ ഈ സൈഡുകൾ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ സൈഡുകളെല്ലാം ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ രീതിയിൽ പാരലലോഗ്രാമിനെ കുറിച്ച് ഇങ്ങനെ വരുന്ന ഫിഗറാണ് പാരലലോഗ്രാം. ഇനി വീണ്ടും നമ്മളോട് ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തൊരു ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു ഫിഗർ പരിചയപ്പെടാൻ പോവാണ്. അപ്പം നോക്കിയോ, അപ്പം നമ്മൾ സ്കെയിൽ എടുത്തു, വീണ്ടും 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അടയാളപ്പെടുത്തുന്നു. അപ്പം നോക്കിയേ, 0 മുതൽ 5 വരെ മാർക്ക് ചെയ്യുമ്പോഴാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതേ ഞാൻ 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്തു, വീണ്ടും 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്ത് വരച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഈ ലോങ്ങർ സെറ്റ് സ്ക്വയർ എടുക്കുക. ലോങ്ങർ സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സൈഡിന് നീളം ഉള്ളത് കൊണ്ടാണ് ലോങ്ങർ സെറ്റ് സ്ക്വയർ. ഈ ലോങ്ങർ സെറ്റ് സ്ക്വയർ എടുക്കുക. ഈ ലോങ്ങർ സെറ്റ് സ്ക്വയറിന്റെ ഈ വശം ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഈ പടം ആദ്യത്തെ പാരലലോഗ്രാം വരച്ചത് അല്ലേ? ആദ്യത്തേത് വരച്ചത്. ഇത് നമ്മളോട് പറഞ്ഞത് ഈ സൈഡിൽ വെക്കുക. അതായത് ഈ നമ്മൾ എടുത്ത ഈ ലെഫ്റ്റ് സൈഡ് അല്ലാതെ ഈ റൈറ്റ് സൈഡ് ഉപയോഗിച്ച്, അതായത് സെറ്റ് സ്ക്വയറിന്റെ ഈ റൈറ്റ് സൈഡ് ഉപയോഗിച്ച് നമ്മൾ അടുത്ത ഫിഗർ ഇതുപോലെ തന്നെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സൈഡ് ഇവിടെ വരുന്നത് പോലെ പ്ലേസ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേണം പ്ലേസ് ചെയ്യാൻ, എങ്കിൽ മാത്രമേ ഈ സൈഡിൽ അത് വരത്തുള്ളൂ. അപ്പൊ നോക്കി, ഈ ലോങ്ങർ സൈഡ്, ഈ നീളം കൂടിയ സൈഡ് ഞാൻ ഇതുപോലെ നേരെ എന്ത് ചെയ്തു, ഈ ലൈനിന് നേരെ പ്ലേസ് ചെയ്തു. ലൈനിന് നേരെ പ്ലേസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും നമുക്ക് ഇവിടെ മെഷർമെന്റ് ഇല്ല. അപ്പൊ മെഷർമെന്റ് ഇല്ലാത്തത് കൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു. പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇത് ഞാൻ സെറ്റ് സ്ക്വയറിന്റെ ഈ സൈഡ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുക്കുന്നു. ഓക്കെ, സ്കെയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. സ്കെയിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ഇത് അളന്ന് നോക്കാം. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ സെറ്റ് സ്ക്വയർ കൊണ്ട് ഈ ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം, 3 സെൻറ്റിമീറ്റർ എടുക്കണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ സ്കെയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഈ പോയിന്റിൽ 0 എത്തണം, ഈ പോയിന്റിൽ 0, അതുപോലെ 0 മുതൽ 3 സെൻറ്റിമീറ്റർ വരെയാണ് വേണ്ടത്. അപ്പോൾ 0 മുതൽ 3 വരെ, ഇത് ഇവിടെ വരെയാണ് 3. അപ്പോൾ അത് അവിടെ മുതൽ ആ പോയിന്റ് മുതൽ ഇവിടെ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ ജോയിൻ ചെയ്തു. അപ്പം നോക്കി, ലൈൻ ജോയിൻ ചെയ്തു. ഇനി വീണ്ടും നമ്മളോട് പറഞ്ഞത് ഈ അറ്റത്തെ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്ത പോലെ തന്നെ ഈ എൻഡിലും സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യണം. അപ്പോൾ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യാനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓൾറെഡി വരച്ച ലൈൻ ഒന്ന് നീട്ടിവിടുക. നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ലൈനിന് നേരെ നീട്ടിവിടും. നമ്മൾ കുറച്ച് സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ നീട്ടിവിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതേ സെറ്റ് സ്ക്വയർ നമ്മളിവിടെ ഉപയോഗിച്ച സൈഡ് ഏതാണോ അതേ സൈഡ് തന്നെ ഇങ്ങനെ തെന്നിച്ച് ഇവിടെ വരെ കൊണ്ടുവരുന്നു. അപ്പൊ നോക്കിയേ, അതേ സൈഡ് തന്നെ ഇവിടെ വരെ തെന്നിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നു.
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ വരച്ച ലൈനിന് നേരെ ആയിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇതുപോലെ ലൈൻ വരയ്ക്കണം. അപ്പം നമുക്കിതുപോലെ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യാം. സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നു. ഇത് പെൻസിലെടുത്ത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം, ഇതിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം അല്ലേ. അപ്പം നോക്കി, ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് അളന്നെടുക്കുന്നു. അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതേ ഈ പോയിന്റ് നമ്മൾ 0, ഈ പോയിന്റാണ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് നേരെ 3 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചെടുത്തു. അപ്പം നോക്കി, നമ്മൾ കഴിഞ്ഞതിൻ്റെ മെഷർമെൻറ്റ് എഴുതിയില്ല. ഇത് 5 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ലാസ്റ്റത്തെ ലൈൻ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതായത് ലാസ്റ്റത്തെ ഈ പോയിന്റും ചേർന്നിട്ടുള്ള ആ ലൈൻ ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ ആ പോയിന്റും ഇതും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഫിഗറാണ് കിട്ടിയത്. അപ്പം ഇനി ചോദിക്കുന്നു, ഈ 4ാമത്തെ സൈഡിന്റെ നീളം എത്രയായിരിക്കും? നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചാണെന്ന് നോക്കാം. ഈ സൈഡിന്റെ നീളം എത്ര തന്നെയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. നമുക്കിവിടെ എഴുതാം 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ഇവിടെ കിട്ടി. നമുക്കിനി എക്സ്ട്രാ വന്ന ഈ പെൻസിലിന്റെ ഇതൊക്കെ മായ്ച്ചു കളയാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വന്ന പെൻസിലിന്റെ ഇതൊക്കെ മായ്ച്ചു കളഞ്ഞു. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഫിഗർ കിട്ടി. 4 സൈഡുള്ള ഒരു ഫിഗറാണ്. ഇവിടെ നമുക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നല്ലേ. ഓപ്പോസിറ്റ് സൈഡ് 5ഉം 3ഉം ആയിട്ട് വന്നു. അതുപോലെ റെക്ടാങ്കിൾ പോലല്ല ചെരിഞ്ഞാണിരിക്കുന്നത്. അപ്പം ഇതേ രൂപം നമ്മൾ ആദ്യം കണ്ടായിരുന്നു. അതെന്തായിരുന്നു? അതിന്റെ പേര് പാരലലോഗ്രാം. അപ്പം ഈ ഫിഗറിന്റെ പേരും എന്ത് തന്നെയാണ്? പാരലലോഗ്രാം ആണ്. അപ്പോൾ 2 വ്യത്യസ്ത പാരലലോഗ്രാമുകളാണ് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചത്. സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് വരച്ചത്. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സെറ്റ് സ്ക്വയറിന്റെ ഈ ലെഫ്റ്റ് എൻഡ് വെച്ച് നമ്മൾ വരച്ചു. അത് ഒരു പാരലലോഗ്രാം വരച്ചു. അതുപോലെ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ റൈറ്റ് ഉണ്ട്, നീളം കൂടിയ ഈ എൻഡ് വെച്ച് നമ്മൾ 2 വ്യത്യസ്തമായിട്ടുള്ള പാരലലോഗ്രാംസ് വരച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പാരലലോഗ്രാംസ് വരയ്ക്കാൻ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഫിഗേഴ്സിനെ പറ്റി പഠിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching and please like and subscribe.